ഓം ശാന്തി 6-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നിങ്ങൾ ഇവിടെ കഴിയവേ പുതിയ ലോകത്തെ ഓർമ്മിക്കണം, ആത്മാവിനെ പാവനമാക്കുകയും വേണം. ചോദ്യം: ബാബ നിങ്ങൾക്ക് നൽകിയ ഏതൊരു അറിവിലൂടെയാണ് ബുദ്ധിയുടെ പൂട്ട് തുറന്നത്? ഉത്തരം: ബാബ ഈ പരിധിയില്ലാത്ത അനാദി ഡ്രാമയുടെ അറിവ് നൽകി. അതിലൂടെ ബുദ്ധിക്ക് വീണിരുന്ന ഗോദ്രജിന്റെ പൂട്ട് തുറന്നു. കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി. ബാബ അറിവ് നൽകി. ഈ ഡ്രാമയിൽ ഓരോ ആക്ടറിനും അവരവരുടേതായ അനാദി പാർട്ടുണ്ട്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ എത്ര പഠിച്ചുവോ അവർ ഇപ്പോഴും പഠിക്കും. പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ സമ്പത്ത് നേടും. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ പിതാവിരുന്ന് പഠിപ്പിക്കുന്നു. എപ്പോൾ മുതൽ പിതാവായോ അപ്പോൾ മുതൽ തന്നെ ടീച്ചറുമാണ്. അപ്പോൾ മുതൽ തന്നെ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒന്ന് പിതാവും ടീച്ചറും ഗുരുവുമാണ്. അപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഉയർന്നതിലും ഉയർന്നതും വലുതിലും വലുതുമാണ്. ബാബ അറിയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ കുട്ടികളാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് വിളിക്കുകയും ചെയ്യുന്നു. വന്ന് നമ്മളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പാവന ലോകം എന്ന് സത്യയുഗത്തെയും പതീത ലോകം എന്ന് കലിയുഗത്തെയുമാണ് പറയുന്നത്. വന്ന് നമ്മളെ രാവണന്റെ ജയിലിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകൂ എന്ന് പറയുകയും ചെയ്യുന്നു. പേരുകൾ രണ്ടും നല്ലതാണ്. മുക്തിയും ജീവൻ മുക്തിയും, അഥവാ ശാന്തിധാമവും സുഖധാമവും. ശാന്തിധാമം എവിടെയാണ്, സുഖധാമം എവിടെയാണ് എന്നത് കുട്ടികളായ നിങ്ങളുടേതല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. തീർത്തും അറിവില്ലാത്തവരാണ്. നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ് തന്നെ അറിവുള്ളവർ ആകുന്നതിൻ്റെതാണ്. അറിവില്ലാത്തവരെ സംബന്ധിച്ച് എയിം ഒബ്ജക്റ്റ് ഇങ്ങനെ അറിവുള്ളവരാവുക എന്നതാണ്. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് എയിം ഒബ്ജക്റ്റ്. മനുഷ്യനിൽ നിന്നും ദേവതയാകണം. ഇത് മനുഷ്യരുടെ സൃഷ്ടിയാണ്, അത് ദേവതമാരുടെ സൃഷ്ടിയാണ്. സത്യയുഗത്തിൽ ദേവതമാരുടെ സൃഷ്ടിയാണ്. അപ്പോൾ തീർച്ചയായും മനുഷ്യരുടെ സൃഷ്ടി കലിയുഗത്തിലായിരിക്കും. ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയാകണം. അപ്പോൾ തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗവും ഉണ്ടാകും. അത് ദേവതമാരാണ്, ഇത് മനുഷ്യരാണ്. ദേവതമാർ അറിവുള്ളവരാണ്. ബാബ ഇങ്ങനെ അറിവുള്ളവരാക്കി. ബാബ വിശ്വത്തിൻ്റെ അധികാരിയാണ്. അധികാരി ആകുന്നില്ലെങ്കിലും പാടപ്പെടുന്നുവല്ലോ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. പരിധിയില്ലാത്ത സുഖമുണ്ടായിരിക്കുന്നത് തന്നെ പുതിയ ലോകത്തിലാണ്. പരിധിയില്ലാത്ത ദുഃഖമുണ്ടായിരിക്കുന്നത് പഴയ ലോകത്തിലാണ്. ദേവതമാരുടെ ചിത്രവും നിങ്ങളുടെ മുന്നിലുണ്ട്. അവരുടെ മഹിമയുമുണ്ട്. ഈ കാലത്താണെങ്കിൽ 5 ഭൂതങ്ങളെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നിങ്ങളിലുള്ളവരും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. നമ്മുടെ ഒരു പാദം സ്വർഗത്തിലും ഇനിയൊരു പാദം നരകത്തിലുമാണ്. വസിക്കുന്നത് ഇവിടെയാണ്, പക്ഷേ ബുദ്ധി പുതിയ ലോകത്തിലാണ്. ആരാണോ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒന്നിനെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. ഇത് ശിവ് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശിവജയന്തി തീർച്ചയായും ആഘോഷിക്കുന്നു. പക്ഷേ ശിവ് ബാബ എപ്പോൾ വന്നു? വന്ന് എന്തു ചെയ്തു? ഇത് ഒന്നും തന്നെ അറിയില്ല.
ശിവരാത്രി ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ജയന്തിയും ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ പറയുന്ന അതേ വാക്ക് ശിവ് ബാബയുടെ കാര്യത്തിൽ പറയുകയില്ല. കാരണം ആ ഒന്നിൻ്റേത് ശിവരാത്രി എന്നാണ് പറയുന്നത്. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. കലിയുഗ അന്ത്യത്തിൽ അതിരറ്റ ദുഃഖമാണ്, പിന്നെ അതിരറ്റ സുഖമുള്ളത് സത്യയുഗത്തിലാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചു. നിങ്ങൾ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ പഠിച്ചത് അവർ തന്നെ ഇപ്പോൾ പഠിക്കും. ആര് എന്ത് പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകുമോ അത് തന്നെ ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ പദവിയും നേടും. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. നിങ്ങൾ തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നത്. പിന്നെ നിങ്ങൾ ഇറങ്ങുന്നതും ഇങ്ങനെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഈ ഏതെല്ലാം മനുഷ്യരുടെ ആത്മാക്കളുണ്ടോ മാലയാണല്ലോ. എല്ലാവരും നമ്പർ വൈസായി വരുന്നു. ഓരോ ആക്ടറിനും തൻ്റെതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ആർക്ക് എന്ത് പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട് എന്നത്. ഇത് അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. അത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ബാബ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത് അത് തൻ്റെ സഹോദരന്മാർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ വന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്നു. നമ്മൾ പിന്നെ സഹോദരന്മാരെ മനസ്സിലാക്കിക്കുന്നു. സഹോദരന്മാർ എന്നത് ആത്മാവിൻ്റെ ബന്ധത്തിലാണ്. ബാബ പറയുന്നു, ഈ സമയത്ത് നിങ്ങൾ സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവിന് തന്നെയാണ് തൻ്റെ പിതാവിനെ ഓർമ്മിക്കേണ്ടത് പാവനമാകുന്നതിനു വേണ്ടി. ആത്മാവ് പവിത്രമാകുമ്പോൾ പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാവ് അപവിത്രമാണെങ്കിൽ ആഭരണവും അപവിത്രമാണ്. നമ്പർ വൈസ് തന്നെയാണ്. ഫീച്ചേഴ്സും ആക്ടിവിറ്റിയും ഒരാളുടേത് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. നമ്പർ അനുസരിച്ച് എല്ലാവരും അവരവരുടെ പാർട്ട് അഭിനയിക്കുന്നു. വ്യത്യാസം ഉണ്ടാവുക സാധ്യമല്ല. നാടകത്തിൽ ഇന്നലെ എന്ത് കണ്ടിട്ടുണ്ടാകുമോ അതേ സീൻ കാണും. അത് തന്നെ റിപ്പീറ്റ് ആകുമല്ലോ. ഇത് പിന്നെ പരിധിയില്ലാത്തതും ഇന്നലത്തേതുമായ ഡ്രാമയാണ്. ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നിരുന്നു. നിങ്ങൾ രാജപദം നേടി, പിന്നെ രാജപദം പാഴാക്കി. ഇന്ന് വീണ്ടും രാജപദം നേടുന്നതിനായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭാരതം പഴയതും നരകവുമാണ്. നാളെ പുതിയതും സ്വർഗവുമാകും. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത്ത് അനുസരിച്ച് ശ്രേഷ്ഠമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠമായവർ തീർച്ചയായും ശ്രേഷ്ഠമായ സൃഷ്ടിയിൽ വസിക്കും. ഈ ലക്ഷ്മി നാരായണൻ ശ്രേഷ്ഠമാണ്. അപ്പോൾ ശ്രേഷ്ഠമായ സ്വർഗത്തിൽ വസിക്കുന്നു. ആരാണോ ഭ്രഷ്ടം അവർ നരകത്തിൽ വസിക്കുന്നു. ഈ രഹസ്യം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഈ പരിധിയില്ലാത്ത ഡ്രാമയെ എപ്പോഴാണോ ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അപ്പോഴേ ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. ശിവരാത്രിയും ആഘോഷിക്കുന്നു, പക്ഷേ ഒന്നും തന്നെ അറിയുന്നില്ല. അതിനാൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയും റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സദ്ഗതി നേടും. ബാബ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ വരുന്നില്ല. എൻ്റെ പാർട്ട് തന്നെ പതീത ലോകത്തെ മാറ്റി പാവന ലോകം ഉണ്ടാക്കുക എന്നതാണ്. അവിടെയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ കാറൂണിൻ്റെ ഖജനാവുണ്ട്. ഇവിടെയാണെങ്കിൽ ദരിദ്രമാണ്. അതിനാൽ ബാബയെ വിളിക്കുന്നു, വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകൂ. കൽപ്പകൽപ്പങ്ങളിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. വീണ്ടും ദരിദ്രവുമാകുന്നു.
ചിത്രങ്ങൾ വെച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ നമ്പറിലാണ് ലക്ഷ്മി നാരായണൻ. പിന്നെ 84 ജന്മങ്ങളെടുത്ത് മനുഷ്യനായി. ഈ ജ്ഞാനം ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾക്കറിയാം, ഇന്നേക്ക് 5000 വർഷം മുമ്പ് ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. അതിനെ വൈകുണ്ഠം, പാരഡൈസ്, DT വേൾഡ് എന്നും പറയുന്നു. ഇപ്പോൾ പറയുകയില്ല. ഇപ്പോഴാണെങ്കിൽ ഡെവിൾ വേൾഡ് ആണ്. ഡെവിൾ വേൾഡിൻ്റെ എൻഡും DT വേൾഡിൻ്റെ ആദിയുടെയും സംഗമമാണ് ഇപ്പോൾ. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റാരുടെയും വായിൽ നിന്നും കേൾക്കുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് ഇദ്ദേഹത്തിൻ്റെ വായ് ഉപയോഗിക്കുന്നത്. വായ് ആരുടേത് ഉപയോഗിക്കും? മനസ്സിലാക്കുന്നില്ല. ബാബയുടെ സവാരി ആരിലാണുണ്ടാവുക? ഇതുപോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ സവാരി ഈ ശരീരത്തിലുണ്ടല്ലോ. ശിവ് ബാബയ്ക്ക് സ്വന്തം സവാരിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായ് തീർച്ചയായും ആവശ്യമാണ്. ഇല്ലെങ്കിൽ രാജയോഗം എങ്ങനെ പഠിപ്പിക്കുവാനാണ്? പ്രേരണയിലൂടെ പഠിക്കുകയൊന്നുമില്ല. ഈ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നോട്ട് ചെയ്യണം. പരമാത്മാവിൻ്റെയും ബുദ്ധിയിൽ മുഴുവൻ നോളജും ഉണ്ടല്ലോ. നിങ്ങളുടെയും ബുദ്ധിയിൽ ഇത് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഈ നോളജ് ബുദ്ധിയിൽ ധാരണ ചെയ്യണം. നിങ്ങളുടെ ബുദ്ധി ശരിയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ബുദ്ധി ആത്മാവിലാണുള്ളത്. ആത്മാവ് തന്നെയാണ് ബുദ്ധിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആരാണ് കല്ലുബുദ്ധിയാക്കിയത്? ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. രാവണൻ നമ്മുടെ ബുദ്ധിയെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ ഡ്രാമയെ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിക്ക് പൂർണ്ണമായും ഗോദ്രജിൻ്റെ പൂട്ട് വീണിരിക്കുകയായിരുന്നു. ഗോഡ് എന്ന വാക്ക് വരുന്നുവല്ലോ. ബാബ ഏതൊരു ബുദ്ധി നൽകുന്നുവോ അത് മാറി കല്ലുബുദ്ധിയാകുന്നു. പിന്നെ ബാബ വന്ന് പൂട്ട് തുറക്കുന്നു. സത്യയുഗത്തിൽ പവിഴ ബുദ്ധി തന്നെയാണ്. ബാബ വന്ന് സർവരുടെയും മംഗളം ചെയ്യുന്നു. നമ്പർ വൈസായി എല്ലാവരുടെയും ബുദ്ധി തുറക്കുന്നു. പിന്നെ ഒന്നിന് പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. മുകളിൽ ആർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. പതിതർക്ക് അവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. ബാബ പാവനമാക്കി പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാം പാവന ആത്മാക്കളാണ് വസിക്കുന്നത്. അത് നിരാകാരി സൃഷ്ടിയാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ തൻ്റെ വീടും വളരെ സമീപത്ത് കാണപ്പെടുന്നത് പോലെയാണ്. നിങ്ങൾക്ക് വീടിനോട് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളെപ്പോലെ സ്നേഹം മറ്റാർക്കുമില്ല. നിങ്ങളിലും നമ്പർ വൈസാണ്. ആർക്ക് ബാബയോട് സ്നേഹമുണ്ടോ അവർക്ക് വീടിനോടും സ്നേഹമുണ്ട്. മധുരമായ കുട്ടികളാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെ ആര് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് മധുരമായ കുട്ടിയാകുമോ അവർ തന്നെ ഉയർന്ന പദവി നേടും. ചെറിയവരോ മുതിർന്നവരോ എന്നത് ശരീരത്തിൻ്റെ മേലല്ല. ജ്ഞാനത്തിലും യോഗത്തിലും ആരാണോ ലഹരി പിടിച്ചത് അവർ മുതിർന്നവരാണ്. ചില ചെറിയ ചെറിയ കുട്ടികളും ജ്ഞാനയോഗത്തിൽ തീവ്രമാണ്. അപ്പോൾ മുതിർന്നവരെ പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ മുതിർന്നവർ ചെറിയവരെ പഠിപ്പിക്കുന്നതാണ് നിയമം. ഇക്കാലത്താണെങ്കിൽ കുള്ളന്മാരും ആകുന്നു. പൊതുവെ എല്ലാ ആത്മാക്കളും മിഡ്ജറ്റാണ്. ആത്മാവ് ബിന്ദുവാണ്. അതിനെ എങ്ങനെ തൂക്കി നോക്കും? നക്ഷത്രമാണ്. മനുഷ്യർ നക്ഷത്രം എന്ന പേര് കേട്ട് മുകളിലേക്ക് നോക്കും. നിങ്ങൾ നക്ഷത്രം എന്ന പേര് കേൾക്കുമ്പോൾ സ്വയം തന്നെ നോക്കുന്നു. ഭൂമിയിലെ നക്ഷത്രങ്ങൾ നിങ്ങളാകുന്നു. അത് ആകാശത്തിലെ ജഡമായതാണ്. നിങ്ങൾ ചൈതന്യമാണ്. അവയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങളാണെങ്കിൽ 84 ജന്മങ്ങളെടുക്കുന്നു. എത്ര വലിയ പാർട്ട് അഭിനയിക്കുന്നു. പാർട്ട് അഭിനയിച്ച് തിളക്കം ഡള്ളാകുന്നു. ബാറ്ററി ഡിസ്ചാർജ് ആകുന്നു. പിന്നെ ബാബ വന്ന് ഭിന്ന ഭിന്ന പ്രകാരത്തിൽ മനസ്സിലാക്കിക്കുന്നു.
കാരണം നിങ്ങളുടെ ആത്മാവ് അണഞ്ഞിരിക്കുകയാണ്. ഏതൊരു ശക്തി നിറഞ്ഞിരുന്നുവോ അതില്ലാതായി. ഇപ്പോൾ വീണ്ടും ബാബയിലൂടെ ശക്തി നിറയുന്നു. നിങ്ങൾ തൻ്റെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ മായയും വളരെയധികം വിഘ്നമിടുന്നു. ബാറ്ററി ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല. നിങ്ങൾ ചൈതന്യ ബാറ്ററികളാണ്. ബാബയുമായി യോഗം യോജിപ്പിക്കുന്നതിലൂടെ നമ്മൾ സതോ പ്രധാനമാകും എന്നത് അറിയുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. ആ പരിധിയുള്ള പഠനവും ഈ പരിധിയില്ലാത്ത പഠനവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എപ്രകാരമാണ് നമ്പർ അനുസരിച്ച് എല്ലാ ആത്മാക്കളും മുകളിൽ നിന്നും വരുന്നത്? പിന്നെ തൻ്റെതായ സമയത്ത് പാർട്ട് അഭിനയിക്കാൻ വരേണ്ടതുണ്ട്. എല്ലാവർക്കും അവരുടെ അവിനാശി പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ 84ൻ്റെ പാർട്ട് എത്ര തവണ അഭിനയിച്ചിട്ടുണ്ടാകും? നിങ്ങളുടെ ബാറ്ററി എത്ര തവണ ചാർജും ഡിസ്ചാർജുമായി? നമ്മുടെ ബാറ്ററി ഡിസ്ചാർജാണ് എന്ന് അറിയുന്നു എന്നിരിക്കെ പിന്നെ ചാർജ് ചെയ്യുന്നതിൽ എന്തിന് വൈകിക്കണം? എന്നാൽ മായ ബാറ്ററി ചാർജ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. മായ ബാറ്ററി ചാർജ് ചെയ്യുന്നത് നിങ്ങളെ മറപ്പിക്കുന്നു. അടിക്കടി ബാറ്ററി ഡിസ്ചാർജ് ചെയ്യിക്കുന്നു. ബാബയെ ഓർമ്മിക്കാൻ പരിശ്രമിക്കുന്നു, പക്ഷേ ചെയ്യുവാൻ സാധിക്കുന്നില്ല. നിങ്ങളിലും ആരാണോ ബാറ്ററി ചാർജ് ചെയ്ത് സതോ പ്രധാനം വരെയും സമീപം വരുന്നത്, അവരെ കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് മായ അലംഭാവം കാണിപ്പിച്ച് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നു. ഇത് അവസാനം വരെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ എപ്പോഴാണോ യുദ്ധത്തിൻ്റെ അന്തിമമാകുന്നത്, അപ്പോൾ എല്ലാം ഇല്ലാതാകുന്നു. പിന്നെ ആരുടെ ബാറ്ററി എത്ര ചാർജായിട്ടുണ്ടാകുമോ അതനുസരിച്ച് പദവി നേടും. എല്ലാ ആത്മാക്കളും ബാബയുടെ കുട്ടികളാണ്. ബാബ തന്നെയാണ് വന്ന് എല്ലാവരുടെയും ബാറ്ററി ചാർജ് ചെയ്യിക്കുന്നത്. എങ്ങനെയുള്ള വണ്ടർഫുൾ കളിയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്! ബാബയുമായി യോഗം യോജിപ്പിക്കുന്നതിൽ നിന്നും അടിക്കടി പിന്മാറുകയാണെങ്കിൽ എത്ര നഷ്ടമുണ്ടാകും! പിന്മാറരുത്. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് എപ്പോഴാണോ സമാപ്തി ഉണ്ടാകുന്നത്, അപ്പോൾ പിന്നെ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് നിങ്ങളുടെ പാർട്ട് പൂർത്തിയാകുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ ആത്മാക്കളുടെ മാല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, രുദ്രാക്ഷത്തിൻ്റെ മാലയുണ്ട്, വിഷ്ണുവിൻ്റെയും മാലയുണ്ട്. ആദ്യ നമ്പറിൽ ആ ഒന്നിൻ്റെ മാല വയ്ക്കുമല്ലോ. ബാബ ദൈവിക ലോകം രചിക്കുന്നുണ്ടല്ലോ. ഏതുപോലെ രുദ്രമാലയുണ്ടോ അതേപോലെ രുണ്ടമാലയുണ്ട്. ബ്രാഹ്മണരുടെ മാല ഇപ്പോൾ ഉണ്ടാവുക സാധ്യമല്ല. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. രുദ്രമാല തയ്യാറാകുമ്പോൾ ഫൈനൽ ഉണ്ടാകും. ഈ ബ്രാഹ്മണരുടെയും മാലയുണ്ട്, പക്ഷേ ഈ സമയത്ത് തയ്യാറാവുക സാധ്യമല്ല. വാസ്തവത്തിൽ എല്ലാവരും പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ്. ശിവബാബയുടെ സന്താനങ്ങളുടെയും മാലയുണ്ട്, വിഷ്ണുവിൻ്റെയും മാല എന്ന് പറയും. നിങ്ങൾ ബ്രാഹ്മണരാകുന്നു, അപ്പോൾ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും മാല വേണം. ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിൽ നമ്പർ അനുസരിച്ചുണ്ട്. എല്ലാവരും കേൾക്കുന്നു, പക്ഷേ ചിലർക്കാണെങ്കിൽ ആ സമയത്ത് തന്നെ കാതുകളിൽ നിന്നും പുറത്തു പോകുന്നു, കേൾക്കുന്നതേയില്ല. ചിലരാണെങ്കിൽ പഠിക്കുന്നില്ല. അവർക്ക് ഭഗവാനാണ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നത് അറിയുകയില്ല, പഠിക്കുന്നതേയില്ല. ഈ പഠനമാണെങ്കിൽ എത്ര സന്തോഷത്തോടെ പഠിക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓർമ്മയുടെ യാത്രയിലൂടെ ആത്മാവാകുന്ന ബാറ്ററിയെ ചാർജ് ചെയ്ത് സതോ പ്രധാനം വരെ എത്തിച്ചേരണം. ബാറ്ററി ഡിസ്ചാർജ് ആകും വിധത്തിലുള്ള ഒരു അലംഭാവവും കാണിക്കരുത്. മധുരമായ കുട്ടിയാകുന്നതിനായി
ബാബയോടൊപ്പം വീടിനോടും സ്നേഹം വയ്ക്കണം. ജ്ഞാനത്തിലും യോഗത്തിലും ലഹരി പിടിച്ചവരാകണം. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നുവോ അത് തൻ്റെ സഹോദരന്മാരെയും മനസ്സിലാക്കിക്കണം. വരദാനം: ഒരു ബാബയെ തൻ്റെ ലോകമാക്കി സദാ ഒന്നിൻ്റെ ആകർഷണത്തിൽ ഇരിക്കുന്ന കർമ്മബന്ധന മുക്തരായി ഭവിക്കട്ടെ. സദാ ഈ അനുഭവത്തിലിരിക്കൂ. ഒരു ബാബ രണ്ടാമതാരുമില്ല. ഇത്രമാത്രം. ഒരു ബാബ തന്നെയാണ് ലോകം. മറ്റൊരു ആകർഷണവുമില്ല, ഒരു കർമ്മബന്ധനവുമില്ല. തൻ്റെ ഏതെങ്കിലും ദുർബല സംസ്കാരത്തിൻ്റെയും ബന്ധനം ഉണ്ടാകരുത്. ആരാണോ ആരിലെങ്കിലും എൻ്റേതെന്ന ഭാവത്തിൻ്റെ അധികാരം വയ്ക്കുന്നത് അവരിൽ ക്രോധമോ അഭിമാനമോ വരുന്നു. ഇതും കർമ്മബന്ധനമാണ്. എന്നാൽ എപ്പോഴാണോ ബാബ തന്നെയാണ് എൻ്റെ ലോകം എന്ന് സ്മൃതി നിലനിൽക്കുന്നത്, അപ്പോൾ എൻ്റേത് എൻ്റേത് എന്ന എല്ലാം ഒരു എൻ്റെ ബാബ എന്നതിൽ ലയിക്കുന്നു. കർമ്മബന്ധനങ്ങളിൽ നിന്നും സഹജമായി തന്നെ മുക്തമാവുകയും ചെയ്യുന്നു. സ്ലോഗൻ: ആരുടെ ദൃഷ്ടിയും വൃത്തിയും പരിധിയില്ലാത്തതാണോ അവരാണ് മഹാൻ ആത്മാവ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ മുക്തിയുടെ സർവശക്തിസ്ഥാനമായ ബാബയുടെ സമീപത്ത് ഡീപ് സ്ഥിതി ചെയ്യുമ്പോൾ രൂപ അവസ്ഥയിൽ എൻ്റെ സ്ഥിതി ഞാനും ശക്തിശാലിയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയുടെ സ്ഥിതിയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾക്ക് സഹയോഗം ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും എൻ്റെ ശാന്തിയുടെ തരംഗങ്ങൾ ശരീരത്തിലൂടെ മുഴുവൻ വിശ്വത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ ശാന്തിയുടെ തരംഗങ്ങൾ
എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻസ് അവനിലെ വ്യർത്ഥവും ഞാനും ദുർബലവുമായ മാസ്റ്റർ സങ്കല്പങ്ങൾ ശാന്തി സാഗരമാകുന്നു. പരിവർത്തനപ്പെടുത്തട്ടെ. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും അവരിൽ പവിത്രതയുടെ പ്രകാശ രശ്മികൾ ശ്രേഷ്ഠ വിശ്വത്തിലും ഒരു വ്യാപിക്കുന്നു. അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും മാറും. പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.